ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്റ്റിച്ചിങ് വീഡിയോ തന്നെയാണ് കേട്ടോ. ഈ ഒരു നെറ്റ് വെയറാണ് നമ്മൾ കട്ടിങ് സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. ഇതിൽ കോളർ ഉണ്ട്, ഫ്രണ്ട് ഓപ്പൺ ആണ്, നമ്മൾ പൈപ്പിങ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബട്ടൺ വെക്കാം, ഇല്ലെങ്കിൽ പ്രസ് ബട്ടൺ വെക്കാം കേട്ടോ. ഞാൻ പ്രസ് ബട്ടനാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഓപ്പൺ ഉണ്ട്, കണ്ടോ, കോളറൊക്കെയാണ്. പിന്നെ പാൻറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട്, കയറുള്ളതാണ് നമ്മൾ പാൻറ്റ് അടിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എലാസ്റ്റിക് വെക്കുകയാണെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. നൈറ്റും ഡേയും നമുക്ക് കംഫർട്ടബിളായിട്ട് വീട്ടിലിട്ട് നടക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് നമ്മളൊരു നൈറ്റ് ഡ്രസ്സാണ്. ഇത് വേണമെങ്കിൽ മോർണിംഗ് നമുക്ക് ഇടാം കേട്ടോ. ഇതിന് വേണ്ടി എടുത്തിരിക്കുന്ന മെറ്റീരിയൽ വേണ്ടത് നെയ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് ഭയങ്കര അഫോർഡബിളാണ്, 100 രൂപ തന്നെ ഉള്ളൂ കേട്ടോ. 3 മീറ്ററാണ് ഉള്ളത്. പിന്നെ നമ്മൾ അളവിന് വേണ്ടിയിട്ട് നമ്മളിൽ ഓൾറെഡി ഉള്ള ഒരു പാൻറ്റും ടീഷർട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ടീഷർട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ലൂസാണെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെ കറക്റ്റ് ഫിറ്റ് ആണെങ്കിൽ നമ്മൾ അളവെടുക്കുന്ന സമയത്ത് അതിനനുസരിച്ച് ലൂസ് ഇട്ട് കൊടുക്കണം. നമ്മൾ വെട്ടുന്ന ക്ലോത്ത് വന്നിട്ട് കോട്ടൺ ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ ടൈപ്പുള്ള തുണി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. നിങ്ങൾക്കൊരു ടോപ്പ് ഇതുപോലെ വെട്ടാനുള്ളത് അളവുണ്ടെങ്കിൽ അത് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതുപോലെ ഒറ്റ ഫോൾഡായിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് കേട്ടോ. ഒറ്റ തുണീനെ ഒരു ഫോൾഡ് ചെയ്തിട്ട് മടക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ബാക്ക് മാത്രമാണ് വെട്ടാനുള്ളത്. താഴെ ഞാനിതുപോലെ ഒരു സീം അലവൻസ് വിട്ട് കൊടുത്തിട്ട് അടിത്തുമ്പ് വിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ ഒന്ന് നമ്മുടെ സൈഡും ഷോൾഡറും നെക്കിൻ്റെ അവിടെയൊക്കെ കറക്റ്റായി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആം ഹോൾ എവിടെയാണ് വരുന്നത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. മേലെയും താഴെ ഇതുപോലെ എൽ ഷേപ്പിൽ ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ കേവാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അളവിൽ തന്നെ ആം ഹോൾ നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അത് വെച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ സീം അലവൻസ് വിട്ടിട്ടാണ് സൈഡൊക്കെ കൂടുതലാക്കി വെട്ടുന്നത്. എനിക്ക് ഈ ടീഷർട്ട് കുറച്ച് ലൂസ് ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു അളവിൽ തന്നെയാണ് വെട്ടിയെടുക്കുന്നത്. കുറച്ച് അരയിഞ്ച് മാത്രം കൂട്ടി വെട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ നെക്സ്റ്റ് വെട്ടാൻ പോകുന്ന ഫ്രണ്ടാണ്. ഫ്രണ്ട് വെട്ടുമ്പോൾ ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ ഓപ്പൺ വെന്നുകൊണ്ട് ആ ഓപ്പൺ ഭാഗത്താണ് നമ്മൾ ബാക്ക് വെട്ടിയിട്ടുണ്ടല്ലോ ഓൾറെഡി. അതിന് തന്നെ കുറച്ച് 1.5 ഇഞ്ച് വിട്ടിട്ട് സെൻറ്റർ ഭാഗം വിട്ടിട്ട് ഒന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ അങ്ങനെ ഇതുപോലെ ഒന്ന് വെട്ടി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അതുപോലെ നമ്മൾ ഫ്രണ്ടും വെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ എക്സ്ട്രാ വെട്ട പീസാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് ഓപ്പൺ വേണ്ടത്. എക്സ്ട്രാ നമ്മൾ തുമ്പ് വിട്ടതാണ്. ഇനി നമ്മൾ വെട്ടാൻ പോകുന്നത് സ്ലീവാണ്. സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് സൈഡിൽ തന്നെ ബാക്കി പീസൊക്കെ വരും കേട്ടോ. അതിനനുസരിച്ചാണ് നമ്മൾ വെട്ടുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ പാൻറ്റൊക്കെ വെട്ടിയതിന് ശേഷം ബാക്കി വരുന്നത് ഒരു കണക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്ലീവൊക്കെ വെട്ടിയെടുക്കാം കേട്ടോ. താഴെ ഞാൻ ഒരു അടിത്തുമ്പ് മടക്കാൻ വേണ്ടി വിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അടിത്തുമ്പ് കുറച്ച് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് അടിത്തുമ്പ് ആവശ്യമില്ല. അല്ലാണ്ട് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഇതുപോലെ ബാക്കത്തെ ഒരു പീസ് വെച്ചിട്ട് ആം ഹോളിൽ ആ ഒരു റൗണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു സീം അലവൻസും കൂടി വിട്ട് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചരിച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ ലൂസ് എത്രയാണെന്നൊക്കെ നിങ്ങൾ നോക്കണം. അതിനനുസരിച്ച് വേണം. നൈറ്റ് ഇടുന്ന ഒരു ഡ്രസ്സായതുകൊണ്ട് വീട്ടിലിടുന്നതായതുകൊണ്ട് നമുക്ക് ലൂസായാലും കുഴപ്പമില്ല. എന്നിട്ട് ഞാനൊരു ഭാഗത്ത് കുഴിച്ച് വെട്ടുന്നുണ്ട്. ഓക്കെ, നമ്മളിതുപോലെ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചതാണ്. ഫ്രണ്ട് നമുക്ക് കുഴിച്ച് വെട്ടണം. അതുപോലെ തന്നെ ഞാൻ ബോഡി എടുത്തിട്ട് ഫ്രണ്ട് പോർഷൻ ഒന്ന് ജസ്റ്റ് ഇത്തിരി ഒന്ന് കുഴിച്ച് വെട്ടുന്നുണ്ട് കേട്ടോ. സ്ലീവിൽ ഒരു ഭാഗം നമ്മൾ കുഴിച്ച് വെട്ടാനുണ്ട്. ഓക്കെ, എന്നിട്ട് ഇനി നമ്മൾ നെക്കാണ് വെട്ടാൻ പോകുന്നത്. ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 3 ഇഞ്ച് നമുക്ക് മതിയാം. എൻ്റെ അളവ് വന്നിട്ട് എം സൈസാണ്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഇറക്കി നമ്മളൊന്ന് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഫ്രണ്ടാണ് വെട്ടാനുള്ളത്. കറക്റ്റായിട്ട് ഈ ഒരു നമ്മൾ എക്സ്ട്രാ തുമ്പ് വെട്ടുണ്ട്. ആ തുമ്പ് വെട്ടിട്ട് വേണം നമ്മളൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. വെട്ടുമ്പോൾ നമ്മൾ ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം വെട്ടി കൊടുക്കുക കേട്ടോ. ഞാൻ ഇറക്കം എടുക്കുന്നത് 3 ഇഞ്ചാണ്. എന്നിട്ട് ഒരു എൽ ഷേപ്പ് പോലെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു സ്ക്വയർ പോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു കേവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വെട്ടുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതുപോലെ നമ്മളെല്ലാവിടെയും നോട്ടൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ ഒരു കേവ് ഭാഗം ഒന്ന് അളന്ന് നോക്കട്ടെ. ഏകദേശം ഒരു 4.5 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് കറക്റ്റാണ്. എം സൈസിൻ്റെയാണ് ഞാൻ അളവ് പറയുന്നത്. നിങ്ങളിതിൽ കൂടുതലുള്ള ആളാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ബോഡി സൈസ് ആണെങ്കിലും നെക്കിൻ്റെ സൈസൊക്കെ നിങ്ങൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, കുറച്ചൊക്കെ കൂട്ടാൻ പാടില്ല, 1/2 ഇഞ്ചൊക്കെ കൂട്ടാൻ പാടുള്ളൂ കേട്ടോ ഓരോ സൈസ് കൂടുമ്പോൾ. എന്നിട്ട് നമ്മൾ പാൻറ്റാണ് വെട്ടാൻ പോകുന്നത്. നമ്മൾ പാൻറ്റ് നോർമൽ വെട്ടുന്ന പോലെ തന്നെ നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് കേട്ടോ. ഇതിൽ 4 പീസാണ് വരുന്നത്. ഞാൻ ഫോൾഡ് ചെയ്തത് ഞാൻ കറക്റ്റായി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ ഒന്നും കൂടി മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ബാക്കോട്ട് അടിച്ചിട്ടൊക്കെ ഒന്ന് നോക്കാവുന്നതാണ് കേട്ടോ.
അതിന് നമ്മൾ ഇതുപോലെ സാമ്പിൾ നമ്മൾ അളവ് ഏതാണോ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ നമ്മൾ അടിത്തുമ്പിന് വേണ്ടിയിട്ട് വിട്ട് കൊടുത്തിട്ട് സൈഡും എല്ലാത്തിനും നമ്മൾ അടിത്തുമ്പ് വിടുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും നമ്മൾ അടിത്തുമ്പ് വിടുന്നുണ്ട്. നമുക്ക് ലെങ്ത്ത് പോരാ കേട്ടോ. നമുക്ക് എലാസ്റ്റിക് വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് ബാൻഡ് ആക്കാനുള്ളതൊക്കെ എന്താണ് തുണി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ പീസ് വെച്ചിട്ട് വേണം നമുക്ക് മേലത്തെ പോർഷനിൽ അടിച്ചിട്ട് തിരിക്കാൻ കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. നമ്മളിതൊരു പാൻറ്റ് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പാൻറ്റ് എടുക്കുമ്പോൾ വലിയുന്ന ടൈപ്പ് ആണെങ്കിൽ ലൂസാണെങ്കിൽ മാത്രം ആ കറക്റ്റ് അളവ് എടുക്കുക. ഇല്ലെങ്കിൽ കോട്ടൺ തുണി നിങ്ങൾ പാൻറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ എക്സ്ട്രാ നിങ്ങൾ കൂടുതൽ 1.5 ഇഞ്ചോളം കൂട്ടി വെട്ടേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ടൈറ്റായി പോകും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാൻറ്റിലെ മുകൾ ഭാഗത്ത് നമുക്ക് എക്സ്ട്രാ പീസ് വേണം പറഞ്ഞല്ലോ, അത് 1.5 ഇഞ്ചോളം വേണം നമുക്ക് അടിച്ച് മറിക്കാനുള്ളതാണ് കേട്ടോ. നമുക്ക് എലാസ്റ്റിക് വെക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കയറ് വെക്കുകയാണെങ്കിൽ നമുക്ക് അടിച്ച് മറിക്കണമല്ലോ, കറക്റ്റ് അളവ് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ അളന്നിട്ട് ഇതുപോലെ 1.5 ഇഞ്ച് കൂടുതൽ അല്ലെങ്കിൽ 1.5-2 ഇഞ്ച് കൂടുതൽ നമ്മളന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിലോട്ട് പോകാം. അതിന് ഞാൻ ഫ്രണ്ടാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമ്മളൊരു ഇതുപോലൊരു ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, എക്സ്ട്രാ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കൊന്ന് 1/2 ഇഞ്ച് മാത്രം മതി കേട്ടോ. അത് ഞാൻ 1/2 ഇഞ്ച് 1 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു, 1/2 ഇഞ്ച് മാത്രം വിട്ടിട്ട് ബാക്കിനെ വെട്ടി മാറ്റുന്നുണ്ട്. ആ ലൈനാണ് നമ്മുടെ കറക്റ്റ് അളവ്. എന്നിട്ട് എക്സ്ട്രാ ഞാനൊരു പീസ് 1.5 ഇഞ്ച് ഞാനിങ്ങനെ നീളത്തിലൊന്നിങ്ങനെ വെട്ടി കൊടുത്തിട്ടുണ്ട്. വീതിക്ക് നീളം നമുക്ക് നമ്മുടെ ആ ഓപ്പൺ എത്ര വരുന്നത് അതിനനുസരിച്ച് വെട്ടാം കേട്ടോ. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഇതുപോലെ ബാക്കിൽ ആ പീസ് വെച്ചിട്ട് മെയിൻ പീസ് ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പതിച്ചടി കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ പതിച്ചടി കൊടുക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ഫ്രണ്ടിലോട്ട് മറിക്കാൻ ഈസി ആയിട്ട് മറിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പതിച്ചടി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിതുപോലെ ഒരു ലേസോ എന്തെങ്കിലും ഒരു ഇത് പൈപ്പിംഗ് ആണ്, നമ്മൾ നെയ്റ്റിലൊക്കെ വെക്കുന്ന ഒരു പൈപ്പിംഗ് സാധനമാണ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾ വെക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞ് ലേസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. എന്നിട്ട് ഞാനിതുപോലെ ഒരു പീസ് നമ്മൾ ഓൾറെഡി ഒരു പീസ് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ ഈ പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ടിലോട്ട് പതിച്ചടിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പതിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ പീസിലും വെച്ച് കൊടുക്കണം. നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ ഉണ്ടല്ലോ, അതിൽ നമുക്ക് റൈറ്റും ലെഫ്റ്റും ഉണ്ടല്ലോ, രണ്ടിലും ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനൊരു ഫിനിഷിങ്ങിലാണ് നമുക്ക് കിട്ടുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലേസ് വെക്കുകയാണെങ്കിൽ ഇതിൽ വേറെ ഏതെങ്കിലും കളർ വെക്കുകയാണെങ്കിൽ വൈറ്റ് വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ഉണ്ടായിരുന്ന ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ബ്ലാക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2 പീസിൽ ഞാനിതുപോലെ പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്ക് പോർഷൻ ഉണ്ട്, നമ്മുടെ ബാക്കത്തെ പീസ് ഉണ്ടല്ലോ, ഇതുപോലെ ഫേസ് ടു ഫേസ് നല്ല വശം വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ 2 സ്റ്റിച്ച് ഇട്ടിട്ട് വേണം അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡറൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് അടിക്കാനുള്ളത്. ഇതുപോലെ ഞാൻ നിവർത്തി വെച്ചിട്ട് നമുക്ക് കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവിൽ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഫ്രണ്ട് എവിടെയാണ് വരുന്നത് നോക്കണം. നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോഡീൻ്റെ ഫ്രണ്ട് എവിടെയാണ് നോക്കിയിട്ട് അതിനനുസരിച്ച് കറക്റ്റായിട്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ഷോൾഡർ ജോയിൻ ചെയ്തതിൻ്റെ ആ ഒരു തുമ്പുണ്ടല്ലോ, ആ തുമ്പ് എപ്പോഴും ബാക്കിലോട്ടാണ് വേണം പോകാൻ കേട്ടോ. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത് നമ്മൾ ബിഗിനേഴ്സ് ആകുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് പഠിച്ചോളും. പിന്നെ നമ്മൾ താഴെ സ്ലീവിൻ്റെ താഴ്ഭാഗം ഞാൻ അടിക്കുന്നില്ല, അതിന് ആ ഒരു അരികു ഭാഗം നീറ്റായിട്ടുള്ളത് കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യണില്ല കേട്ടോ, അതങ്ങനെ വിടുകയാണ്. ഇനി നമുക്ക് സൈഡ് അടിക്കാനുണ്ട്. സൈഡ് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിന് തന്നെ അടിച്ചു വിടുകയാണ്. നമ്മൾ നോർമൽ ഡ്രസ്സ് പോലെ ഷേപ്പൊന്നും ആക്കുന്നില്ല. നമ്മൾ വെട്ടിയത് എത്രയാണോ ആ ഒരു ടീഷർട്ടിൻ്റെ അളവിൽ എത്രയാണോ അതുപോലെ തന്നെ 1/2 ഇഞ്ച് നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് സൈഡ്. അതിനുശേഷം നമ്മൾ താഴെയും മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. താഴെ നമ്മൾ ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട്. താഴെ നമ്മളൊരു 1/2 ഇഞ്ചാണ് വിട്ടിട്ടുണ്ടായിരുന്നത്, അത് നമ്മളൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്കിൻ്റെലേക്ക് വരാം. നമ്മൾ കോളറാണ് വെക്കുന്നത്. ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഫ്രണ്ട് തൊട്ട് ബാക്കിലേക്ക് ഇതുപോലെ അളന്ന് നോക്കുക കേട്ടോ. അപ്പോൾ എത്ര വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 9.25 വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 പീസ് വേണം. അപ്പോൾ ഞാൻ 2 പീസാണ് എടുത്തിരിക്കുന്നത്. അതിനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് 9 ഇങ്ങനെ 9.25 ഒന്ന് മാർക്ക് ചെയ്തു. പിന്നെ മേലെ ഒരു അടിത്തുമ്പ് ഒന്ന് വിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് പിന്നെ സെൻട്രലിൽ ജോയിൻ്റുള്ള ഭാഗത്തുനിന്ന് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ ഒരു അറ്റത്ത് നിന്ന് ഈ ഒരു അറ്റത്തേക്ക് ഒരു 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അത് മാത്രം കറക്റ്റ് സ്ട്രെയിറ്റ്. പിന്നെ ആ ഒരു 3 മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കേവായിട്ടൊന്ന് 1.5 ഇഞ്ചിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തും നമുക്ക് അടിത്തുമ്പ് വിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ
നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും 3 ഭാഗത്ത് ഞാൻ അടിത്തുമ്പ് വിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു കേവായിട്ട് കൊടുക്കുന്നുണ്ട്. കേവല്ല, ഒരു ചെരിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഏത് ഭാഗത്ത് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ ഉള്ളതുണ്ടല്ലോ, അവിടെയാണ് നമുക്ക് ആദ്യം സ്റ്റിച്ചിട്ട് കൊടുക്കേണ്ടത്. ആ കേവായിട്ട് വരുന്ന ഭാഗത്താണ് നമ്മൾ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. ഓക്കെ. എന്നിട്ട് ആ സ്ട്രൈറ്റ് ഭാഗം ഞാൻ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കത്രിക കൊണ്ട് നോട്ടിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ 2 പീസാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു. ഇനി നമുക്ക് ടോപ്പിൽ ബാക്ക് ഭാഗത്ത് കറക്റ്റ് സെൻറ്റർ അറിയണം. ഓക്കെ. എന്നിട്ട് ഇതുപോലെ ഞാൻ ബാക്ക് ഭാഗത്ത് ഒരു നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ കോളറിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തും തമ്മിൽ ഒപ്പം വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരിക കേട്ടോ. നമ്മൾ കോളർ വയ്ക്കുമ്പോൾ ബോഡിയിലെ നല്ല വശം നമ്മുടെ കോളറിൻ്റെ നല്ല വശം തമ്മിൽ ഫേസ് ടു ഫേസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മൾ കോളർ കുറച്ച് കൂടുതൽ എക്സ്ട്രാ വെട്ടുന്നതായിരിക്കും നല്ലത്. സപ്പോസ് തികയാതെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരണ്ട എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വന്നാലും കുഴപ്പമില്ലല്ലോ. ഓക്കെ. പിന്നെ നമ്മൾ ഷോൾഡർ അടിച്ചതിൻ്റെ ആ ഒരു തുമ്പ് എപ്പോഴും ബാക്കിലോട്ട് വെച്ചിട്ട് വേണം കോളർ അടിക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഒരു നോട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചുളിവുകളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ മറിച്ച് കൊടുക്കുക. എന്നിട്ട് താഴ്ഭാഗം ഒരു മടക്ക് കൊടുക്കുക. ഓക്കെ. ഇതുപോലെ മടക്കിന് ശേഷം നമുക്ക് സൈഡ് ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ. അതിന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റായിട്ടൊന്ന് ലൈൻ ഇങ്ങനെ മാർക്ക് കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മാർക്കർ വെച്ചിട്ട്. എന്നിട്ട് ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പുറത്തെ സൈഡും ഞാനിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എക്സ്ട്രാ നമ്മൾ കോളർ വെട്ടിയിട്ടുണ്ടായിരുന്നത്, അപ്പോൾ എക്സ്ട്രാ വരും, 1 ഇഞ്ചോളം നമുക്ക് എക്സ്ട്രാ വരും. അപ്പോൾ നമ്മൾ താഴത്തെ എങ്ങനെയാണ് വരുന്നത് അതുപോലെ മേലോട്ടേക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന തുണിയൊന്ന് വെട്ടി മാറ്റാം. എന്നിട്ട് ആ ഒരു കോണും ഭാഗമൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു ഷാർപ്പായിട്ടൊന്ന് കിട്ടത്തുള്ളൂ. എന്നിട്ട് അത് കറക്റ്റായി മറിച്ചതിന് ശേഷം നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ക്ലിയറായി മനസ്സിലാവും. നമ്മളങ്ങനെ മടക്കിയിട്ട് കറക്റ്റായിട്ട് ആദ്യത്തെ സ്റ്റിച്ച് എങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതേ ലൈനിൽ കൂടെ തന്നെ ഇതിങ്ങനെ നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് ഒരു ഫോൾഡ് ആ ഒരു എൻഡ് ഭാഗമൊക്കെ ഒന്ന് മടക്കി കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫൈനലായിട്ട് ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്ക് മേലെ ഭാഗത്ത് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. നല്ല വശത്തേക്ക് മറിച്ചിട്ട് മേലെ കൂടെ നമുക്ക് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാനുണ്ട്. ഒരു 1/4 ഇഞ്ച് വീതിക്ക് കേട്ടോ. ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുത്തതിന് കോളർ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് നിൽക്കും കേട്ടോ. കണ്ടോ? ഓക്കെ. ഇതുപോലെയാണ് ഉണ്ടാവുക ഉൾവശവും വെളിവശം. ഓക്കെ. ഇനി നമുക്ക് പോക്കറ്റ് വെക്കാനുണ്ട്. പോക്കറ്റ് ഇതുപോലെ നമുക്ക് നീളം വന്നിട്ട് 6 ഇഞ്ചും വീതി വന്നിട്ട് 5 ഇഞ്ചുമാണ്. അതിനെല്ലാത്തിനും 4 വശത്ത് നമുക്ക് അടിത്തുമ്പ് വിട്ട് കൊടുക്കാനുണ്ട്. മേൽ പോർഷൻ മാത്രം നമ്മൾ 1 ഇഞ്ചാണ് വിടുന്നത്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്കൊരു 1/2 ഇഞ്ച് മതിയാവും കേട്ടോ. ഓക്കെ. ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ. ഞാൻ മേൽഭാഗത്ത് കുറച്ച് 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്, 1 ഇഞ്ച് വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മേൽഭാഗത്ത് നമ്മളൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം അവിടെ ഒരു ഇതുപോലെ പൈപ്പിങ്ങും നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മൾ അടിത്തുമ്പൊന്ന് മടക്കിയതിന് ശേഷം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബോഡി ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് അവിടെ എവിടെയാണോ നമുക്ക് പോക്കറ്റ് കറക്റ്റ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് എവിടെയാണ് കംഫർട്ടുള്ളത് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്യുക. കറക്റ്റായിട്ട് മെയിൽ പോർഷൻ എവിടെയാണ് വരുന്നത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഭയങ്കര സിമ്പിൾ തന്നെയാണ്. നമ്മൾ കറക്റ്റായിട്ടൊരു മാർക്ക് ഇട്ട് കൊടുത്തതിന് നമുക്ക് ആ പോയിൻ്റ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാനുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരു ഭാഗത്ത് വെച്ചിന് അതേ പോർഷനിൽ തന്നെ കറക്റ്റായിട്ട് ഇപ്പുറത്തെ സൈഡ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പോക്കറ്റ് വെച്ച് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡൊക്കെ നമുക്ക് 4-5 ബട്ടൺ വരാനുണ്ടാവും, അത് വെച്ച് കൊടുക്കാനുണ്ട്. ആ ഒരു ഭാഗം നമുക്ക് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പാൻറ്റാണ് അടിക്കാനുള്ളത്. പാൻറ്റിന് നമ്മൾ കയറ് നമ്മൾ നോർമൽ അടിക്കുന്ന പോലെ തന്നെ നീളത്തിൽ ഒരു ലൈന് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ പാൻറ്റിൻ്റെ താഴ്ഭാഗം നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കയറടിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് കയറടിക്കാനൊക്കെ അറിയാമല്ലോ. തുണി ഇല്ലെങ്കിൽ ജോയിൻ്റൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് 2 ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. ഇനി വന്നിട്ട് നമുക്ക് പാൻറ്റിൻ്റെ മേലത്തെ ഒരു പീസ് നമുക്ക് അറ്റാച്ച് ചെയ്യാനുണ്ടല്ലോ, അത് 2ലും നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ 2ലും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 കാലും ഉണ്ടാവുമല്ലോ, ഇതുപോലെ 2 പീസ് ഉണ്ടാവുമല്ലോ, അത് തമ്മിൽ ഇതുപോലെ ഫേസ് ടു ഫേസ് നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ഈ ഒരു സൈഡ് ഭാഗം നമ്മുടെ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ അതൊന്നിങ്ങനെ അടിച്ചു കൊടുക്കാം.
എല്ലാം നമ്മൾ 2 സ്റ്റിച്ചാണ് ഇടേണ്ടത്. അത് ശ്രദ്ധിക്കണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും ലോക്ക് സ്റ്റിച്ച് ഇടാൻ മറക്കരുത്. അല്ലെങ്കിൽ സ്റ്റിച്ച് അഴിഞ്ഞ് വരും കേട്ടോ. ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഈ താഴെ നമ്മൾ അടിച്ചു, മേലെ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ കൂടെ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ സ്റ്റിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മേലെ കയറിനുള്ള ഭാഗമാണ്, അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതൊരു അരികു ഭാഗം മടക്കിയിട്ട് കറക്റ്റായിട്ടൊരു 1 ഇഞ്ച് വരുന്ന പോലെ നമ്മളൊന്ന് എത്രയാണ് വിട്ടത് അത് മടക്കി കൊടുത്തതിന് അത് പണി കഴിഞ്ഞു. എന്നിട്ട് ഞാനൊരു സെൻറ്ററിലൊരു കട്ട് ചെയ്തിട്ടാണ് പിന്നെ കയറ് ഉള്ളിലോട്ട് കയറ്റിയത് കേട്ടോ. അത് നമുക്ക് പ്രത്യേകിച്ച് കാണിക്കാനല്ലോ കയർ എങ്ങനെയാണ് കയറ്റുന്നുള്ളത്. എലാസ്റ്റിക് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഓൾറെഡി ഇതിന് മുമ്പൊക്കെ ഒരു എലാസ്റ്റിക് വെക്കുന്ന സ്കേർട്ടൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ കയറ് കയറ്റുന്ന അവിടെ നിങ്ങൾ എലാസ്റ്റിക് കയറ്റിയതിന് ശേഷം ആ ഒരു ബാൻഡ് ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കിയിട്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ക്ലിയറായി മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഓരോന്ന് കണ്ടാൽ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊന്നും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ.